നമസ്കാരം. നാട്ടിൽ പട്ടിണി ചങ്ങല. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നോട്ട് ക്ഷാമത്തിനെതിരെ മനുഷ്യച്ചങ്ങലയും റേഷൻ ക്ഷാമത്തിനെതിരെ പട്ടിണി സമരവുമാണ് ഇന്ന് ദൃഷ്ടിയിൽപ്പെട്ട മുഖ്യ ഇനങ്ങൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്ത് LDF കേന്ദ്രവിരുദ്ധ സമരം കടുപ്പിച്ചു. നോട്ട് റദ്ദാക്കലും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും തന്നെ വിഷയം. ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ വിപ്ലവ ആഹ്വാനം ചെയ്യുന്ന CPM-നും ഇടതുപക്ഷത്തിനും ഈ ചങ്ങല സമരം പ്രിയപ്പെട്ടതാണ്. എന്തിനും ഏതിനും ചങ്ങല തന്നെ ശരണം. പ്രതിഷേധ സമരത്തിൽ അണികളെ കോർത്തു ബന്ധിപ്പിക്കാൻ ചങ്ങല പോലെ പറ്റിയ മറ്റൊന്നുണ്ടോ? ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ജനാധിപത്യ അധികാരം നിരുത്തരവാദപരമായി പ്രയോഗിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന നടപടികളെയും ഒരേ മനസ്സോടെ എതിർത്ത് തോൽപ്പിക്കുമെന്നും ഈ ജനകീയ ശൃംഖലയിൽ കണ്ണിചേർന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പിഴച്ച നീതികൾ ഉടച്ചു വാർത്താൻ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പിഴച്ച നീതികൾ ഉടച്ചു വാർത്താൻ ഏറ്റവും രസം, ഇതിനെക്കുറിച്ചെല്ലാം ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയാൽ ഉടനെ RSSകാർ ചാടി വീഴുകയാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊന്നും അറിയണ്ട കേട്ടോ. ഈ നാട്ടിൽ ജീവിച്ചാൽ മതി. ആ ജീവിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്താൻ ആളുകൾക്ക് കഴിയും. അതിന് വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിക്കണ്ട. ഉയരും കൊടികളുമേന്തി വരും യുവജന കോടികളെ മുന്നോട്ട്, ഉയരും കൊടികളുമേന്തി വരും യുവജന കോടികളെ മുന്നോട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോഡി വെറുതെ കയ്യും കലാശവും കാട്ടി ഭായിയോ ബഹുരോ എന്ന് തൊണ്ടകീറി അലറിക്കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ട് ഭായിയോ ബഹുരോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മോഡി വികാരഭരിതരായി പറഞ്ഞത് താൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം. ഉണരട്ടെങ്ങനെ ഉണരട്ടെ സ്നേഹവസന്തം പുലരട്ടെ. ഇപ്പോൾ മോഡി രാജ്യത്തെ സമ്പദ്ഘടനയെ ക്യാഷ്ലെസ് ആക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ മോഡി സമ്പദ്ഘടനയല്ല, ജനങ്ങളെയാണ് ക്യാഷ്ലെസ് ആക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ക്യാഷ്ലെസ്. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പിഴച്ച നീതികൾ ഉടച്ചു വാർത്താൻ. നമ്മൾ ഈ മനുഷ്യച്ചങ്ങല നടത്തുമ്പോൾ ഉമ്മനൻ രാജശേഖരൻ സെക്രട്ടേറിയറ്റ് പടിക്കലിത് കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെയാണ് ദളിത് പീഡനം നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഉപവസിക്കാൻ നന്നായി. ഏതായാലും ഈ നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു പശ്ചാത്താപം എന്നുള്ള നിലയിൽ അങ്ങനെ ഒന്ന് കിടന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ കിടപ്പ് അവിടെ കിടന്നോട്ടെ, യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന ശൈലി രാഷ്ട്രീയ സംവാദങ്ങളിലും സാധാരണമാണ്. നോട്ട് എവിടെ എന്ന് ഇവിടെ LDF മോദിയോട് ചോദിക്കുമ്പോൾ റേഷൻ അരി എവിടെ എന്ന് BJPയും NDAയും പിണറായിയോട് ചോദിക്കുന്നു. നോട്ട് ക്ഷാമത്തിൽ LDF മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചപ്പോൾ റേഷൻ ക്ഷാമത്തിൽ BJPയുടെ പട്ടിണി സമരം മറുപടി. പട്ടിണിയും ചങ്ങലയും കൂടി ഒരുമിച്ചെത്തിയാൽ എന്തായിരിക്കും ഫലം?
പട്ടിണി സമരമാണ്. ഒഴിഞ്ഞ കലങ്ങൾ നിങ്ങൾക്ക് കാണാം, അതിലരിയില്ല. ഉണ്ടോ? ഇല്ല. കാരണം അരിയില്ലെങ്കിൽ പട്ടിണി കിടക്കാനേ പറ്റൂ. 24 മണിക്കൂറെങ്കിലും പട്ടിണി കിടക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പട്ടിണി കിടക്കുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ജനലക്ഷങ്ങൾ എന്നാണല്ലോ പറയുന്നത്. അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ ഈ കേരളത്തിൽ? അവരോടൊപ്പം എത്രയോ നാളുകളോളമായി പ്രവർത്തിച്ചിട്ടുള്ള ഇൻകിലാബ് സിന്ദാബാദ് വിളിപ്പിച്ച് തെരുവിലിറക്കി കൊടിമരം ചുമപ്പിച്ച് ഇവിടുത്തെ വാൾപോസ്റ്ററുകൾ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്ത് കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ നാട്ടിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ നീതിയുണ്ടോ? ചങ്ങലയിൽ വരിവരിയായി നിൽക്കുന്നവർക്ക് നോട്ടിന് ക്യൂ നിൽക്കാൻ മാത്രം എന്തേ മടി എന്നാണ് കുമ്മനത്തിന്റെ ചോദ്യം. വാസ്തവത്തിൽ ഇവിടെ നോട്ട് ക്ഷാമമുണ്ടോ? 50 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 500-ന്റെയും 1000-ന്റെയും ഒക്കെ നോട്ടുകൾ പിൻവലിച്ചിട്ട് ഈ കേരളത്തിൽ നോട്ടിന് വേണ്ടി എവിടെ ക്യൂ നിൽക്കുന്നു? നോട്ടിന് വേണ്ടി ബാങ്കുകളിലും മറ്റും വലിയ ക്യൂ ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ ഈ മനുഷ്യ ചങ്ങല നടത്തുന്നത്? നിങ്ങൾക്ക് ഈ കേരളത്തിലെ 625 കിലോമീറ്റർ ദൂരം കൈകോർത്ത് പിടിച്ച് ക്യൂ നിൽക്കാം. ഈ ക്യൂ നിൽക്കുന്ന നിങ്ങൾ തന്നെ മറ്റൊരു ക്യൂവിനെ കുറ്റം പറയുകയാണ്. ഇല്ലാത്ത ഒരു ക്യൂവിനെ കുറിച്ചാണ്. ഇവിടെ എറണാകുളത്ത് വലിയ ഫുട്ബോൾ മാച്ച് നടന്നു. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനങ്ങളാണ്. നോട്ട് ക്ഷാമമാണെങ്കിൽ ഇത്രയധികം ആളുകൾ ടിക്കറ്റ് എടുത്ത് ഈ കളി കാണാൻ വരും. നോട്ട് ക്ഷാമം കേരളത്തിൽ മാത്രമല്ലല്ലോ. പക്ഷേ കേരളത്തിൽ മാത്രം എന്തേ റേഷനരിക്ക് ക്ഷാമം എന്നാണ് BJPയുടെ ചോദ്യം. എനിക്കൊരു ചോദ്യമേ ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളൂ. കേരളത്തിൽ മാത്രം ജനങ്ങൾക്ക് എന്താ റേഷനരി കിട്ടാത്തത്? കേരളത്തിൽ മാത്രം എന്താ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തത്? കേരളത്തിലെ യുവാക്കൾക്ക് മാത്രം എന്താ തൊഴിൽ ചെയ്യാൻ അവസരങ്ങളില്ലാത്തത്? എന്താ കേരളത്തിലെ ദളിത് സഹോദരങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താ കേരളത്തിൽ 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 മാത്രം എന്താ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം അരിയില്ല? ഒഴിഞ്ഞ കലങ്ങളുമായി ഇതാ അമ്മമാരിയ്ക്കുന്ന ഇരിപ്പ് കണ്ടില്ല, ഒഴിഞ്ഞ കലങ്ങളുമായിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ പ്രതിപക്ഷം ഇല്ലെന്നാണല്ലോ കെ മുരളീധരൻ പറയുന്നത്. ആര് പറഞ്ഞു ഇല്ലെന്ന്? ഇതാ NDA മുന്നണിയും കുമ്മനം ചേട്ടനുമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ NDAക്ക് കഴിയൂ, കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞു. ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞു ഇവിടെ പ്രതിപക്ഷം ഇല്ലെന്ന്. അപ്പൊ കെ മുരളീധരനോട് ചോദിച്ചു, പിന്നെ ആരാ പ്രതിപക്ഷം? NDA അല്ല, വേറെ ആരാ കേരളത്തിൽ പ്രതിപക്ഷം? കെ മുരളീധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിന് തന്നെ ബോധ്യപ്പെട്ടു കേരളത്തിൽ പ്രതിപക്ഷം ഇല്ല. പക്ഷെ പിന്നെ ആരാ ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ പൊസിഷനാണ്, അദ്ദേഹത്തിന്റെ ഗതികേട് നമുക്കറിയാം. പട്ടിണി സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ ഘടകകക്ഷി നേതാവായ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു കുമ്മനം ചേട്ടന് ജാനു ചേച്ചിയാണ്. ഇന്ന് നമ്മോടൊപ്പം ജാനു ചേച്ചിയുണ്ട്. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ചൂഷിതരും മർദ്ദിതരും പീഡിതരുമായ ഈ കേരളത്തില് പാവപ്പെട്ട വനവാസി സഹോദരങ്ങളുടെയും ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെയും ഒക്കെ അവകാശങ്ങളുടെ സമരമുഖത്ത് നിന്നുകൊണ്ട് ധീരോദാത്തമായി കഴിഞ്ഞ കുറെ നാളുകളോളമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന CK ജാനു ചേച്ചിയെ പോലുള്ളവർ നമ്മോടൊപ്പം ഉണ്ട്. ഏത് വഴിക്കാ ഞാൻ തന്നെ ചേച്ചിയായ? അല്ല സിസ്റ്റർ അല്ലേ? PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു. യുവജന സമരം യുവമോർച്ച റാഞ്ചിക്കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസും സമരരംഗത്ത് ചാടി വീണത്. അതിൻ്റെ ഒരു ആശയക്കുഴപ്പം നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന ചടങ്ങിലും നിഴലിച്ചു. നിരാഹാര സമരക്കാർ കിടന്ന കട്ടിലാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്. പറഞ്ഞാൽ കിട്ടുമോ? നമ്മളെന്നാ തുടങ്ങിയത്? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടിലൊടിയാൻ നാണക്കേടാവും കേട്ടോ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ
കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നു വന്നിരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമരം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിയമന നിരോധന നടപടികൾക്കെതിരെയായിരുന്നു. PSC റാങ്ക് ലിസ്റ്റുകൾ ഏകപക്ഷീയമായി നിർത്തലാക്കിക്കൊണ്ട് നിയമനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. 2 പേർക്ക് ഇറങ്ങാൻ നീര് നൽകി അവസാനിപ്പിക്കും. എൻ്റെ മുദ്രാവാക്യം വക്രദൃഷ്ടിയിൽ ഇടവേള. കളരിക്ക് പുറത്താക്കാൻ ആശാന്റെ നെഞ്ചത്ത്. ഹരിത നിബിഡ വനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ ലാൽ സലാം.